ഹായ് ഓൾ, വെൽക്കം ടു ട്രേഡ് സൈക്ലോപീഡിയ. ദിസ് ഇസ് നിതിൻ. ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് ഒരു സ്ട്രാറ്റജി എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി മാത്രമല്ല, അതായത് ആൽഗോ ട്രേഡിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ്, അതായത് അതിൻ്റെ അഡ്വാൻറ്റേജ്, ഒരു മെയിൻ അഡ്വാൻറ്റേജ് എന്താണെന്ന് ശരിക്കും ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയാണ്. അപ്പം ഞാൻ മുന്നേ തന്നെ പറഞ്ഞിട്ടുണ്ട്, ആൽഗോ ട്രേഡിങ്ങിൻ്റെ മെയിൻ പർപ്പസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രാക്ടിക്കലി അതിപ്പോൾ യൂസ് ചെയ്ത് തുടങ്ങിയവർക്ക് അറിയാം. കാരണം നമ്മുടെ നോർമൽ ട്രേഡ് ചെയ്യുമ്പോൾ നമുക്ക് വരുന്ന ഇമോഷൻസ്, അതായത് ഹ്യൂമൻ ഇമോഷൻസ്, അത് കാരണമാണ് ഒരുപാട് മിസ്റ്റേക്കുകൾ പറ്റുന്നത്. അപ്പം അത് എല്ലാം എലിമിനേറ്റ് ചെയ്ത് വളരെ കൺസിസ്റ്റൻ്റ്ലി നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു ആൽഗോ ട്രേഡിംഗ് പാറ്റേൺ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ പറ്റും എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. അപ്പം ഈ ഒരു സ്ട്രാറ്റജിയും ഇതിൻ്റെ കുറച്ച് മാസങ്ങളായിട്ട് ഇതിൽ നിന്ന് കിട്ടുന്ന റിസൾട്ടും കുറച്ച് ബാക്ക് ടെസ്റ്റും കാര്യങ്ങളും കാണുമ്പോൾ തന്നെ അറിയാം, നമുക്ക് വേറെ അധികം നൂറുകണക്കിന് സ്റ്റോക്കുകളിൽ നൂറുകണക്കിന് സ്ട്രാറ്റജിയും നൂറുകണക്കിന് ഇൻഡിക്കേറ്റേഴ്സും ഫോളോ ചെയ്ത് പല പല എൻട്രീസ് എടുത്ത് എക്സിറ്റ് എടുത്ത് ലോസ് അക്യുമുലേറ്റ് ചെയ്ത് ലാസ്റ്റ് P&L റിപ്പോർട്ട് എടുക്കുമ്പം ലോസ് മാത്രം വന്നുകൊണ്ടിരിക്കുന്നവർക്ക് ശരിക്കും അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അത് സക്സസ്ഫുൾ ആയിട്ടുള്ള സ്ട്രാറ്റജി, ഒന്നോ രണ്ടോ സ്ട്രാറ്റജീസ് മാത്രം വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സ്റ്റോക്കിൽ റിലീജിയസ്ലി വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് റിലീജിയസ്ലി അത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ, വിത്തൗട്ട് എനി മിസ് കൺസിസ്റ്റൻ്റ്ലി ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഓവറോൾ മന്ത് എൻഡ് അല്ലെങ്കിൽ ഒരു ക്വാർട്ടർലി നിങ്ങൾ റിപ്പോർട്ട് എടുക്കുമ്പോൾ നിങ്ങളുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റ് കാണുമ്പോൾ തന്നെ ആ ഡിഫറൻസ് മനസ്സിലാവും. ലൈക്ക് ഇറ്റ് ഷുഡ് ബി ഗ്രീൻ. അതാണ് നമ്മൾ വെക്കുന്ന റിസ്ക് റിവാർഡ് റേഷ്യോയുടെ. അത് ജസ്റ്റ് വെച്ചാൽ മാത്രം കാണില്ല, മാനുവലി എൻട്രീസ് എടുക്കുമ്പോൾ പലപ്പോഴും സംഭവിക്കുന്നതാണ്. ഓക്കെ, ട്രെൻഡ് റിവേഴ്സൽ വരുമോ, മാർക്കറ്റ് വീണ്ടും ഡൗൺ ആവുമോ, കയറി പോവുമോ, അങ്ങനെയൊക്കെയുള്ള ഡൗട്ട് കാരണം നമ്മുടെ ഇമോഷൻസ് നമ്മളെ കൺട്രോൾ ചെയ്യും. അപ്പോൾ ആ ട്രേഡ് നമ്മൾ എക്സിറ്റ് ചെയ്യും. അപ്പോൾ ഈ ആൽഗോ ട്രേഡിങ് സിസ്റ്റമാറ്റിക്കലി ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സിറ്റുവേഷൻ ഉണ്ടാവില്ല എന്ന് മാത്രമല്ല, അത് എത്രയും പ്രൊഡക്റ്റീവായിട്ടുള്ള റിസൾട്ട്സ് തരുന്നു എന്നുള്ളത് ഈ സ്ട്രാറ്റജിയിലൂടെ മനസ്സിലാവും. നമുക്ക് സ്ട്രാറ്റജിയിലേക്ക് പറയാം. അതായത് ഹൈക്കനാഷി ചാർട്ട് സ്ട്രീക്കിലൂടെ എങ്ങനെ റീഡ് ചെയ്യാം, ഹൈക്കനാഷി ചാർട്ട് ബേസ് ചെയ്തിട്ട് സ്ട്രീക്കിൽ എങ്ങനെ എൻട്രി എടുക്കാം എന്നതിനെ പറ്റിയാണ് ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പം ഹൈക്കനാഷി ചാർട്ട് ഓൾറെഡി യൂസ് ചെയ്യുന്നവർക്കറിയാം, ഒരു ട്രേഡേഴ്സൊക്കെ കുറേ കൺസിസ്റ്റൻ്റ്ലി ഫോളോ ചെയ്യുന്ന ഒരു ചാർട്ട് സിസ്റ്റമാണ്. അതായത് നോർമൽ ക്യാൻഡിൽ സ്റ്റിക്ക് ചാർട്ടിൽ നിന്ന് ഡിറൈവ് ചെയ്തെടുത്തതാണ് ശരിക്കും ഹൈക്കനാഷി ചാർട്ട്. അതിനെപ്പറ്റി ഇൻട്രൊഡക്ഷൻ പറയാനാണെങ്കിൽ, ഹൈക്കനാഷി ചാർട്ട് എന്ന് പറയുന്നത് ഒരു മുൻഹൈസ ഹോമ എന്ന് പറഞ്ഞ ഒരു ജാപ്പനീസ് ട്രേഡർ 1700, അതായത് 1700 ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു ചാർട്ട് സിസ്റ്റമാണ്. നോർമൽ നമ്മുടെ ക്യാൻഡിൽ സ്റ്റിക്ക്, അതായത് ഇപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന നോർമൽ ക്യാൻഡിൽ സ്റ്റിക്ക്, ഇത് ജസ്റ്റ് ഞാനിപ്പോൾ സീൽ എന്നുള്ള സ്റ്റോക്കാണ് സെലക്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ ആ സ്റ്റീലിന് നോർമൽ ക്യാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺ ആണിത്. അപ്പോൾ ഈ ക്യാൻഡിൽ സ്റ്റിക്ക് പാറ്റേണിൽ നിന്ന് തന്നെ ഒരു ഫോർമുല യൂസ് ചെയ്തിട്ടാണ് ഹൈക്കനാഷി ചാർട്ട് ഡെവലപ്പ് ചെയ്തേക്കുന്നത്. അപ്പോൾ ആ ഫോർമുലയാണ് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. അതായത് ഹൈക്കനാഷി ചാർട്ടിൻ്റെ ഓപ്പൺ. അപ്പം നോർമലി നമുക്കറിയാം, ക്യാൻഡിൽ സ്റ്റിക്ക് മുന്നേ ഉള്ള വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അറിയാത്തവർക്കായിട്ട് ജസ്റ്റ് ഒന്നുകൂടെ പറയാം, ജസ്റ്റ് ഫോർ ബിഗിനേഴ്സ്. അതായത് ഇപ്പം ഒരു നോർമൽ ക്യാൻഡിൽ ഇതാണെങ്കിൽ, ഈ ക്യാൻഡിൽ ഇത് ഓപ്പൺ, അതായത് ഈ പൊസിഷൻ ഓപ്പൺ, ഇത് ലോ, ഇത് ക്ലോസ്, ഇത് ഹൈ അല്ലേ. അപ്പം ഇത് തന്നെ ഈ സീരീസ് ഓഫ് ക്യാൻഡിൽസിൻ്റെ ഈ ഒരു ഫോർമുല വെച്ചിട്ട്, അതായത് ഹൈക്കനാഷി ക്യാൻഡിലിൻ്റെ ഓപ്പൺ എന്ന് പറയുന്നത് ഓപ്പൺ ഓഫ് പ്രീവിയസ് ബാർ പ്ലസ് ക്ലോസ് ഓഫ് പ്രീവിയസ് ബാർ, അതിൻ്റെ രണ്ടിൻ്റെയും കൂടെ സം ഡിവൈഡഡ് ബൈ 2 ആയിരിക്കും അതിൻ്റെ വാല്യൂ. അതേപോലെ ക്ലോസ് ഓപ്പൺ, ഹൈ, ലോ, ക്ലോസ്, അതിൻ്റെ 3ൻ്റെ സം ഡിവൈഡഡ് ബൈ 4ൻ്റെ സം ഡിവൈഡഡ് ബൈ 4. ദെൻ ഹൈ, അതായത് ഹൈ എന്ന് പറയുന്ന മാക്സിമം വാല്യൂ ഫ്രം ദ ഹൈ, ഓപ്പൺ ഓർ ക്ലോസ് ഓഫ് ദ കറണ്ട് പീരീഡ്. അപ്പോൾ ഹൈ, അതേപോലെ തന്നെ ലോ, മിനിമം വാല്യൂ ഫ്രം ദ ലോ, ഓപ്പൺ ഓർ ക്ലോസ് ഓഫ് ദ കറണ്ട് പീരീഡ്. അങ്ങനെ ഈ 4 പോയിന്റുകളും ഈ ക്യാൻഡിൽ സ്റ്റിക്ക് പാറ്റേണിൻ്റെ ക്യാൻഡിൽസ് അനലൈസ് ചെയ്യുന്ന 4 പോയിന്റ് എടുത്തിട്ട് ഹൈക്കനാഷി ചാർട്ട് പ്ലോട്ട് ചെയ്യും. അങ്ങനെയാണ് ഹൈക്കനാഷി ചാർട്ട് സീരീസ് ഉണ്ടാവുന്നത്. അപ്പോൾ അതൊരു ക്യാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺ ആണ്. ഓൾമോസ്റ്റ് എല്ലാ ചാർട്ട് വ്യൂയിങ് പ്ലാറ്റ്ഫോമുകളിലും, ഇപ്പം ട്രേഡിംഗ് വ്യൂ പോലെ, ഞാൻ ട്രേഡിംഗ് വ്യൂ ആണ് പേഴ്സണലി യൂസ് ചെയ്യുന്നത്. ട്രേഡിംഗ് വ്യൂ ഉള്ള പാറ്റേണിൽ ഹൈക്കനാഷി നമുക്ക് ക്യാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺ കാണാം. അപ്പോൾ അത് വെച്ചിട്ട് ബേസ് ചെയ്ത് നമുക്ക് ട്രേഡ് കൊടുക്കാം. അപ്പം ഞാനിത് ജസ്റ്റ് ഇതാണ് സീലിൻ്റെ നോർമൽ ക്യാൻഡിൽ സ്റ്റിക്ക് ചാർട്ട്. അപ്പോൾ ഹൈക്കനാഷി ചാർട്ട് ക്യാൻഡിൽ സ്റ്റിക്ക് പാറ്റേണിൽ നിന്ന് വ്യത്യാസം എന്താണെന്ന് പറയുന്നത്, ഒരുപാട് നോയ്സുകൾ. ഇപ്പം നോർമലി നമ്മൾ ഡേ ട്രേഡ് എടുക്കുവാണെങ്കിലും, ഇതിപ്പോഴും ഡെയിലി ചാർട്ട് ആണെങ്കിൽ പോലും, അതായത് ഒരു ചാർട്ടിൽ നോർമൽ ക്യാൻഡിൽ സ്റ്റിക്കിൽ ഒരുപാട് നോയ്സുകളുണ്ട്. ഈ ഓപ്പൺ, ഹൈ, റിവേഴ്സൽ, റീട്രേസ്മെൻറ്റ്, ഇങ്ങനെയൊക്കെ വന്നിട്ട്. അപ്പം ട്രേഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം സിസ്റ്റമാറ്റിക്കായിട്ട് ഇത് ഫോളോ ചെയ്യുന്നവർക്ക് ഈ നോയ്സ് കാരണം അവരുടെ ജഡ്ജ്മെൻറ്റ് റോങ് ആവും. പ്യൂർലി ക്യാൻഡിൽ സ്റ്റിക്ക് മാത്രം ഫോളോ ചെയ്ത് ട്രേഡ്സ് എടുക്കുന്നവർക്ക് ഒരു പ്രശ്നം. അപ്പം ഈ ഹൈക്കനാഷിയിലെ മെയിൻ അഡ്വാൻറ്റേജ്, അതായത് ഈ വക നോയ്സുകളെല്ലാം ഹൈക്കനാഷി ചാർട്ടിൽ എലിമിനേറ്റ് ചെയ്യും. ഈ നോയ്സുകളെല്ലാം ഫിൽട്ടർ ചെയ്ത് വളരെ ഡീസൻറ്റ് ലുക്കിംഗ് ആയിട്ടുള്ള ഒരു ചാർട്ടായിരിക്കും. അപ്പം നമുക്കിപ്പോൾ സീലിൻ്റെ സീൽ ചാർട്ട് ഞാൻ ഇവിടുന്ന് ക്യാൻഡിലിൽ മാറ്റിയിട്ട് നേരെ ഹൈക്കനാഷി സെലക്ട് ചെയ്യുവാണ്.
ഹൈക്കനാഷി സെലക്ട് ചെയ്യുമ്പോൾ ആ അൺവാണ്ടഡ് ആയിട്ടുള്ള നോയ്സുകൾ എല്ലാം ഫിൽട്ടർ ചെയ്തിട്ട് വളരെ ക്ലീൻ ആയിട്ടുള്ള ഒരു ക്യാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺ ആണ് കാണിക്കുന്നത്. അപ്പോൾ ഈ ഹൈക്കനാഷി ട്രേഡ് ചെയ്യുന്നവർ ശ്രദ്ധിക്കണം, കാരണം ഹൈക്കനാഷിയിൽ കാണിക്കുന്ന പ്രൈസ് ലൈവിൽ നോർമൽ ക്യാൻഡിൽ സ്റ്റിക്ക് പ്രൈസിൽ നിന്ന് കുറച്ച് വ്യത്യാസം ഉണ്ടാകും. കാരണം എന്ന് പറഞ്ഞാൽ ഈ ഫോർമുല വെച്ചിട്ട് നോർമൽ ക്യാൻഡിൽ സ്റ്റിക്ക് പാർട്ട്, അതാണ് റിയൽ ടൈം ഡാറ്റ, ആ ഡാറ്റയിൽ നിന്ന് ഈ ഫോർമുല വെച്ചിട്ട് ഡിറൈവ് ചെയ്തിട്ടാണ് ഹൈക്കനാഷി എടുക്കുന്നത്. സോ ഇതൊരു ലൈവ് അല്ല, ശരിക്കും ഇതിനകത്തൊരു ഡിലേ ഉണ്ട്. അപ്പോൾ ആ കാൽക്കുലേഷൻ, ആ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ എക്സാക്ട്ലി ഈ ഹൈക്കനാഷി ചാർട്ടിൽ കാണിക്കുന്ന ലൈവ് പ്രൈസ് ആയിരിക്കില്ല ആ അണ്ടർലൈങ് ഡെറിവേറ്റീവിൻ്റെ സ്പോട്ട് പ്രൈസ്. അപ്പം അത് എപ്പോഴും ശ്രദ്ധിക്കണം. വളരെ ബ്ലൈൻഡ് ആയിട്ട് അതിനെ ഫോളോ ചെയ്യാൻ പാടില്ല. അപ്പം നോർമലി സിസ്റ്റം, അപ്പോൾ ഇതിനൊരു ട്രേഡിംഗ് മെത്തേഡ് ഉണ്ട് ഹൈക്കനാഷി ചാർട്ട് ചെയ്യുന്നത്. വളരെയധികം ഹൈക്കനാഷി ഇപ്പം സ്ഥിരമായിട്ട് സ്കാൽപ്പിങ്ങിന് യൂസ് ചെയ്യുന്നവരുണ്ട്, ഡെയിലി ട്രെൻഡ് റിവേഴ്സൽ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഈ ഹൈക്കനാഷി ചാർട്ട് ഇങ്ങനെ ആണെങ്കിൽ ഇതിപ്പോൾ ഒരു ബുള്ളിഷ് ക്യാൻഡിലാണ്. അപ്പോൾ ഈ ക്യാൻഡിൽസിൻ്റെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഈ ഹൈക്കനാഷിയിൽ മെയിൻലി നമ്മൾ നോക്കേണ്ട 3 ടൈപ്പ് ക്യാൻഡിൽസ് നോക്കിയാൽ മതി. അത് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതായത് ഇതാണ് ഹൈക്കനാഷി ക്യാൻഡിൽ, അതായത് 3 ടൈപ്സ്. ഇത് ഫസ്റ്റ് വൺ ആൻഡ് ലാസ്റ്റ് വൺ, ഇത് രണ്ട് സെപ്പറേറ്റ്. മിഡിൽ വൺസ് സെയിം ആണ്, അതിനെ ഡോജി ആയിട്ട് കൺസിഡർ ചെയ്യുക. അതായത് ഫസ്റ്റ് വൺ എന്ന് പറയുന്ന ഒരു ബുള്ളിഷ് ക്യാൻഡിലാണ്. അപ്പോൾ ബുള്ളിഷ് ക്യാൻഡിൽ എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്? അത് ഷേവ്ഡ് ബോട്ടം ആണ്. ഷേവ്ഡ് ബോട്ടം ഇൻ ദ സെൻസ് അതിൻ്റെ ഓപ്പൺ എന്ന് പറയുന്നത് ലോ ആയിരിക്കും, അതിന് താഴോട്ട് ഒരു വിക്കില്ല, അതായത് താഴോട്ടൊരു ഷാഡോ ഇല്ല, അതിൻ്റെ ഷേവ്ഡ് ബോട്ടം ആയിരിക്കും. അവിടെ നിന്നാണ് ആ ക്യാൻഡിൽ മേളിലോട്ട് റൈസ് ചെയ്തേക്കുന്നത്. അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു ബുള്ളിഷ് ട്രെൻഡിനെയാണ്. അപ്പോൾ ആ ക്യാൻഡിൽ എപ്പോഴെങ്കിലും ചാർട്ടിൽ വന്നു കഴിഞ്ഞാൽ ദർ ഇസ് എ സ്റ്റാർട്ട്, ഒരു ബുള്ളിഷ് ട്രെൻഡ് സ്റ്റാർട്ടായി എന്നുള്ളതാണ്. അപ്പോൾ വീണ്ടും ആ സെയിം ക്യാൻഡിൽസ് തന്നെ, അതായത് ഷേവ്ഡ് ബോട്ടം ആയിട്ടുള്ള ബുള്ളിഷ് ക്യാൻഡിൽസ് തന്നെ ആണെങ്കിൽ ആ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യുന്നു എന്നർത്ഥം, ബുള്ളിഷ് ട്രെൻഡ്. ആ ബുള്ളിഷ് ട്രെൻഡ് കഴിഞ്ഞിട്ട് ഈ നെക്സ്റ്റ് കാണുന്ന 2 ക്യാൻഡിൽസിൽ ഏതെങ്കിലും, അതായത് താഴോട്ടും മുകളിലോട്ടും ഷാഡോസ് ഉള്ള വിക്കുകളുള്ള ക്യാൻഡിൽസ് ആണെങ്കിൽ അതിനെ ഡോജി എന്നാണ് വിളിക്കുന്നത്. മുകളിലും ടോപ്പ് ആൻഡ് ബോട്ടം അതിനിത്. അപ്പം അത് ഡോജി ശരിക്കും ബെയറിഷ് ക്യാൻഡിൽസ് ഉണ്ട്, അത് ബുള്ളിഷ്. പക്ഷെ ഡോജീസിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ട്രെൻഡ് കണ്ടിന്യൂഷൻ അല്ല, മേ ബി ദർ ഇസ് എ ചാൻസ് ട്രെൻഡ് റിവേഴ്സലിന് ചാൻസ് ഉണ്ട്. ചിലപ്പം കുറച്ച് സമയം കൺസോൾഡേറ്റ് ചെയ്തിട്ട് സ്റ്റോക്ക് പ്രൈസ് വീണ്ടും മുകളിലോട്ട് വന്ന ട്രെൻഡ് കണ്ടിന്യൂഷന് സാധ്യതയുണ്ട്. അപ്പം നമ്മൾ അലേർട്ട് ആവേണ്ട സമയമാണ് ഈ ഡോജീസ് ബിൽഡപ്പ് ആകുമ്പോൾ. ആ സമയത്ത് പൊസിഷനൊന്നും പാനിക്കായിട്ട് എക്സിറ്റ് ആവേണ്ട കാര്യമില്ല. ഇത് ഞാൻ മാനുവലി ട്രേഡേഴ്സ് ഫോളോ ചെയ്യുന്ന ഒരു രീതിയാണ് പറയുന്നത്. സ്ട്രീക്കിൻ്റെ കേസിലാകുമ്പോൾ ഇതെല്ലാം ഒന്നും വരുന്നില്ല, കാരണം സ്ട്രീക്ക് തന്നെയാണ് ഈ സാധനങ്ങളെല്ലാം റീഡ് ചെയ്ത് ഈ എൻട്രീസ് എടുക്കുന്നതും എക്സിറ്റ് ചെയ്യുന്നതും എല്ലാം. നമ്മൾ ജസ്റ്റ് കണ്ടീഷൻസ് മാത്രമല്ലേ കൊടുക്കുന്നുള്ളൂ. അപ്പം നെക്സ്റ്റ് ആൻഡ് തേർഡ് ക്യാൻഡിലാണ്, അതായത് ബെയറിഷ് ക്യാൻഡിൽ. അതിൻ്റെ ഷേവ്ഡ് ഹെഡ് ആയിരിക്കും, അതായത് ഓപ്പൺ എന്ന് പറയുന്നത് ഹൈ ആണ്, അപ്പോൾ അതിനുശേഷം ഒരു ഡൗൺ ട്രെൻഡ് ആണ്. അപ്പം അതിന് മുകളിലോട്ട് ഷാഡോ ഇല്ല, വിക്കില്ല, അത് നേരെ താഴോട്ട് ഷാഡോ വരാം. അപ്പം അതാണ് ബെയറിഷ് ക്യാൻഡിൽ. ആ ബെയറിഷ് ക്യാൻഡിൽ അവിടെ വന്നു കഴിഞ്ഞാൽ ഒരു ബുള്ളിഷ് ട്രെൻഡിൽ പോകുന്നതിൽ ഒരു ബെയറിഷ് ക്യാൻഡിൽ ആണെങ്കിൽ ഒരു ട്രെൻഡ് റിവേഴ്സൽ അവിടെ നടന്നു എന്നർത്ഥം, അല്ലെങ്കിൽ ആ ട്രെൻഡ് ഡൗൺ ട്രെൻഡ് ആണ് എന്നുള്ളതാണ് അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഈ ചാർട്ടിലേക്ക്, സീലിൻ്റെ ചാർട്ടിൽ വന്നു കഴിഞ്ഞാൽ മനസ്സിലാവും. നമ്മൾ ബേസിക്കലി ഹാൻഡിൽ ചെയ്യുന്നത് ഇതിപ്പോൾ ഒരു ഡോജിയാണ്. ഈ ഡോജി കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞ പോലെ ഇതൊരു ബുള്ളിഷ് ക്യാൻഡിൽ വന്നു. അപ്പോൾ ഇതൊരു ഡെയിലി ചാർട്ട്. ബുള്ളിഷ് ക്യാൻഡിൽ വന്നു കഴിഞ്ഞാൽ സാധാരണ ട്രേഡേഴ്സ് ഈ ബുള്ളിഷ് ക്യാൻഡിൽ അല്ലെങ്കിൽ നെക്സ്റ്റ് ഡേ ആ ഡേ ഹൈ, പ്രീവിയസ് ഡേയുടെ ഹൈ ക്രോസ് ചെയ്തതിന് അതിന് മുകളിൽ ഒരു എൻട്രി എടുക്കും. അപ്പോൾ ഒരു എൻട്രി എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവർ ഇങ്ങനെ ആ ട്രെൻഡ്, ഇപ്പോൾ സീൽ അപ് ട്രെൻഡിലാണ് ഉള്ളത്, അപ്പോൾ സീൽ ഇങ്ങനെ ആ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് തന്നെ പോകും. ഇതിപ്പോൾ ഡെയിലിയാണ്. ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം പൊസിഷണൽ ട്രേഡേഴ്സ്, സ്വിംഗ് ട്രേഡേഴ്സ് ഒക്കെ ചെയ്യുന്നതാണ് ഹൈക്കനാഷി ഫോളോ ചെയ്യുന്നവർ. അപ്പോൾ നമുക്കൊരു പ്രീവിയസ് ഡാറ്റയിലേക്കൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ അവർക്ക് ഈ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ വന്നു. അപ്പോൾ ഇതെല്ലാം ഡോജിയായിട്ട് കൺസിഡർ ചെയ്ത് ഈ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ ഒരാൾ എൻട്രി എടുത്തു എന്നിരിക്കട്ടെ, അല്ല മേ ബി ഇതിൻ്റെ ഹൈയിൽ അവർ ഈ മൊമെൻ്റ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യും. ഇത് കണ്ടിന്യൂ ചെയ്ത് നെക്സ്റ്റ് ഡേ ഇതെല്ലാം വന്നു, ഇവിടെ ഇപ്പോൾ ഡോജി വന്നു. ഇതെല്ലാം കുറേ ബുള്ളിഷ് ക്യാൻഡിലുകളുണ്ട്, ഇടയ്ക്ക് ഡോജി വന്നു. പക്ഷേ ഡോജി വരുമ്പോൾ മൈൻഡ് ചെയ്യേണ്ട. അപ്പോൾ ഈ ഡോജി ക്യാൻഡിൽ വന്നു. ഈ ഡോജി ക്യാൻഡിൽ കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഒരു ബെയറിഷ് ക്യാൻഡിൽ വന്നു. ആ ബെയറിഷ് ക്യാൻഡിൽ, ഇത് ബെയറിഷ് ക്യാൻഡിലായിട്ട് കൺസിഡർ ചെയ്യാം. ആ ബെയറിഷ് ക്യാൻഡിൽ വെയിറ്റ് ചെയ്ത് മേ ബി അതിൻ്റെ ലോയിലോ അതല്ലെങ്കിൽ ആ നെക്സ്റ്റ് ഡേയിലോ ആ പൊസിഷൻ അവർക്ക് എക്സിറ്റ് ചെയ്യാം. ബട്ട് സ്റ്റിൽ എക്സിറ്റ് ചെയ്താലും ഇവിടെ എൻട്രി എടുത്ത ഒരാൾക്ക് ഇത്രയും വലിയൊരു മൂവ്മെൻറ്റ് അവർക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റും. അപ്പം ഇത് ഇൻട്രാഡേയിൽ, ഇതിപ്പോൾ ഡേ ക്യാൻഡിലാണ്. 15 മിനിറ്റ്സിലൊക്കെ ഇൻട്രാഡേയിൽ നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പം ഇൻട്രാഡേ നമ്മൾ ചെയ്യുമ്പോൾ 15 മിനിറ്റ്സ്, ഇത് 5 മിനിറ്റ്സ് ആണ്. 15 മിനിറ്റ്സിൻ്റെ ക്യാൻഡിൽ വന്നു കഴിഞ്ഞാൽ അതേപോലെ തന്നെ ഇതൊരു ഡെയിലി ക്യാൻഡിലാണ്. 15 മിനിറ്റ്സ് ഇവിടെ ഒരു എൻട്രി എടുത്തു കഴിഞ്ഞാൽ ഇതൊരു ബുള്ളിഷ് ക്യാൻഡിലാണ്. ബുള്ളിഷ് ക്യാൻഡിൽ വന്ന് ഇവിടെ നിന്ന് ഒരു എൻട്രി എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു മൊമെൻറ്റ് ഫുള്ള് ക്യാപ്ചർ ചെയ്ത് ലാസ്റ്റ് ഇവിടെ ഒരു ബെയറിഷ് ക്യാൻഡിൽ ട്രെൻഡ് റിവേഴ്സൽ വരുമ്പോൾ മാത്രം ആ പോയിന്റ് എക്സിറ്റ് ചെയ്താൽ മതി. അപ്പോൾ അത്രയും ഒരു മൂവ്മെൻറ്റ് നമുക്ക് ക്യാപ്ചർ ചെയ്യാം.
അപ്പോൾ അതാണ് ഞാൻ സ്ട്രീക്ക് യൂസ് ചെയ്തിട്ട് ഒരു സ്ട്രാറ്റജി വൈസ് ആയിട്ട് ഈ ഒരു മൂവ്മെൻറ്റ് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ സ്ട്രീക്കിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ റിസൾട്ട് കാണുമ്പോൾ മനസ്സിലാവും ഇത് റിലീജിയസ്ലി ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ എത്രത്തോളം അത് പ്രൊഡക്റ്റീവ് ആണെന്നുള്ളത് മനസ്സിലാവും. അപ്പോൾ ഇത് എൻട്രി എടുക്കാൻ വേണ്ടി ഞാനിപ്പോൾ ഒരു ഡൗൺ ട്രെൻഡിൻ്റെ സ്ട്രാറ്റജിയാണ്. ഞാൻ ആ സ്ട്രാറ്റജി ഡീറ്റെയിൽസ് ഒന്ന് കാണിക്കാം. ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്ന സ്ട്രാറ്റജി ഡീറ്റെയിൽസ്. അതായത് ഹൈക്കനാഷി ക്യാൻഡിൽ ചാർട്ട് ഫോളോ ചെയ്തിട്ട് അത് നമ്മളൊരു ഡൗൺ ട്രെൻഡാണ് ഞാൻ ക്യാപ്ചർ ചെയ്യുന്നത് ഈ സ്ട്രാറ്റജിയിൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഡൗൺ ട്രെൻഡ് ഒന്നുകൂടെ കൺഫേം ചെയ്യാൻ വേണ്ടി, അതായത് പ്യുവർലി ഒരു ബെയറിഷ് ക്യാൻഡിൽ വരുമ്പം തന്നെ എൻട്രി എടുക്കുന്നതിന് പകരം മൂവിങ് ആവറേജ് ഒരു പീരീഡ് 9, അതായത് ആ ക്യാൻഡിൽ മൂവിങ് ആവറേജ് പീരീഡ് 9ൻ്റെ താഴെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ, ക്ലോസസ് ബിലോ താഴെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു എൻട്രി എടുത്തിട്ട് ആ ഡൗൺ ട്രെൻഡ് ക്യാപ്ചർ ചെയ്യാനുള്ള ഒരു സ്ട്രാറ്റജിയാണ്. അപ്പം അത് സ്വാഭാവികമായിട്ട് എൻട്രി എടുത്തു കഴിഞ്ഞാൽ ഒരു എക്സിറ്റ് പോയിന്റ് വേണമല്ലോ. അപ്പോൾ എക്സിറ്റ് പോയിന്റ് നമുക്കൊരു സ്ട്രിക്റ്റ് സ്റ്റോപ്പ് ലോസ് വെക്കാം, മേ ബി 1% അല്ലെങ്കിൽ ഒരു 0.5%. അത് ഒരു സ്റ്റോപ്പ് ലോസ് കണ്ടീഷൻസ് നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. അപ്പം അതല്ലെങ്കിൽ ഒരു എക്സിറ്റ് കണ്ടീഷൻ, അതായത് ട്രെയിലിംഗ്, അതായത് ഡൗൺ ട്രെൻഡ് പോകുന്ന സ്റ്റോക്ക് ഡൗൺ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് വീണ്ടും ബെയറിഷ് ക്യാൻഡിൽ തന്നെയാണ് ബിൽഡപ്പ്, അല്ലെങ്കിൽ ആ മൂവ്മെൻറ്റ് മൊത്തം നമുക്ക് ക്യാപ്ചർ ചെയ്തിട്ട് എപ്പോഴാണോ ഈ പറഞ്ഞ പോലെ ഒരു ട്രെൻഡ് റിവേഴ്സൽ വരുന്നത്, ഇപ്പം ഈ ഒരു റിവേഴ്സൽ, ഈ ഒരു പോയിന്റിലുള്ള റിവേഴ്സലാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ എൻട്രി എടുത്തു. ഇപ്പോൾ ഇവിടെ ബെയറിഷ് ക്യാൻഡിൽ, ബെയറിഷ് ഇതിങ്ങനെ ട്രെൻഡ് വന്നു ഇവിടാണ് ഒരു റിവേഴ്സൽ സംഭവിച്ചിരിക്കുന്നത്, ഒരു ബുള്ളിഷ് ക്യാൻഡിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഇൻട്രാഡേയിൽ 15 മിനിറ്റ്സിൻ്റെ ഈ ക്യാൻഡിൽ അനലൈസ് ചെയ്ത് ഈ മൂവ്മെൻറ്റിൽ എൻ്റർ ചെയ്ത് എനിക്ക് എത്രയും വലിയൊരു മൂവ്മെൻറ്റ് എനിക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റും, ഈ പോയിന്റിൽ എക്സിറ്റ് ചെയ്യും. അപ്പോൾ ഇതാണ് ഞാൻ സ്ട്രാറ്റജിയിൽ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ സ്ട്രൈക്കിൽ അത് കാണിച്ചു തരാം അതെങ്ങനെ ക്രിയേറ്റ് ചെയ്യും, എന്നിട്ട് അത് ബാക്ക് ടെസ്റ്റ് ചെയ്ത് നമുക്കത് എത്രത്തോളം പ്രീവിയസ് ഡേയിൽ അതിൻ്റെ റിസൾട്ട് ഉണ്ടെന്നുള്ളതും കാണിക്കാം. ഇപ്പം ഞാൻ സ്ട്രൈക്കിൽ ക്രിയേറ്റ് സ്ട്രാറ്റജി, ഇപ്പം ഞാൻ കുറച്ച് നാളായിട്ട് യൂസ് ചെയ്ത് സീൽ, ഇപ്പോൾ കറൻ്റ്ലി ഒരു അപ് ട്രെൻഡിലാണ്, ബട്ട് കുറച്ച് നാൾ മുന്നേ ഒരു നല്ല ഡൗൺ ട്രെൻഡും ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അത്യാവശ്യം നല്ല പ്രോഫിറ്റും കിട്ടിയതാണ് സീല്. ദെൻ മേ ബി ആ റേഞ്ചിലുള്ള പ്രൈസ് റേഞ്ച് ഒരു 150 റേഞ്ചിലുള്ള വേറെ ഒരു 2 സ്റ്റോക്കും കൂടെ നമുക്ക് നോക്കാം. മണപ്പുറവും സീൽ, ദെൻ മണപ്പുറം, ദെൻ ഒരു സ്റ്റോക്ക് SBI. സോ ബേസിക് ആയിട്ടുള്ള, അതായത് സ്ട്രൈക്ക് ഓൾറെഡി യൂസ് ചെയ്ത് തുടങ്ങിയിട്ടുള്ളവർക്കാണിത്. ഈവൻ ബിഗിനറാണ്, ഫസ്റ്റ് ടൈമാണ് സ്ട്രൈക്ക് യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഈ സ്ട്രാറ്റജി ക്രിയേറ്റ് ചെയ്യുന്നത് കാണുന്നെങ്കിൽ എൻ്റെ പഴയ വീഡിയോസ് കാണുക, എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സ്ട്രൈക്കിൻ്റെ ബേസിക് ആയിട്ടുള്ള എൻട്രീസ് എടുക്കുന്നതും ഇതിൻ്റെ ഈ ഫീൽഡുകൾ കാര്യങ്ങളെല്ലാം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമ്മൾ 15 മിനിറ്റ്സ് ക്യാൻഡിലാണ് സെലക്ട് ചെയ്യുന്നത്. ദെൻ ബൈ അല്ല സെൽ, കാരണം ഞാനൊരു ഡൗൺ ട്രെൻഡ് ആണല്ലോ ക്യാപ്ചർ ചെയ്യുന്നത്. ഞാനൊരു 1000 ക്വാണ്ടിറ്റീസ് കൊടുത്ത്, ഈ 1000 ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത് നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് ഫോളോ, ഇപ്പോൾ ഒരു 10 ഒക്കെ ലിവറേജ് കിട്ടുന്ന ഒരാൾക്ക് 100 ക്വാണ്ടിറ്റീസിൻ്റെ പൈസ ഉണ്ടെങ്കിൽ, ഇതിപ്പം സീല്, മണപ്പുറം, SBI ഇതെല്ലാം ഓൾമോസ്റ്റ് സെയിം പ്രൈസ് റേഞ്ച് വരുന്ന സ്റ്റോക്കുകളാണ്. അപ്പോൾ 1000 ക്വാണ്ടിറ്റീസ്, ഈവൻ അത് പറ്റില്ലെങ്കിൽ 500 ക്വാണ്ടിറ്റീസ് ഒക്കെ, അതല്ല 10 ക്വാണ്ടിറ്റി ആണെങ്കിൽ ഓരോരുത്തരുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ചിട്ട് അവരുടേതായ രീതിയിൽ പൊസിഷൻ സൈസിങ് വെച്ചിട്ട് സെറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പം നമ്മൾ എൻട്രി കണ്ടീഷൻ കൊടുക്കാം. എൻട്രി കണ്ടീഷൻ പറഞ്ഞ പോലെ ക്ലോസ് പ്രൈസ്, അപ്പോൾ ക്ലോസ് പ്രൈസ് ലോവർ ദാൻ കൊടുത്തു. അപ്പോൾ ക്ലോസ് പ്രൈസ് എന്ന് പറയുന്നത്, ഈ ക്ലോസ് എന്ന് പറയുന്നത് 15 മിനിറ്റ്സ് ക്യാൻഡലിൻ്റെ ക്ലോസ് ആണ്, അത് ലോവർ ദാൻ. നേരത്തെ പറഞ്ഞ പോലെ മൂവിങ് ആവറേജ് ഒരു 9 പീരീഡ് മൂവിങ് ആവറേജിൻ്റെ താഴെ വന്ന് ക്ലോസ് ചെയ്യുമ്പോൾ നമ്മളൊരു എൻട്രി എടുക്കും, അതായത് ഒരു ഷോർട്ട് എൻട്രി, സെൽ പൊസിഷൻ എടുക്കും. 1000 ക്വാണ്ടിറ്റീസ് ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. അപ്പോൾ മൂവിങ് ആവറേജ്, അപ്പോൾ മൂവിങ് ആവറേജ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, മൂവിങ് ആവറേജ് പീരീഡ് 20 അല്ല, നമ്മൾ പീരീഡ് 9 ആണ്, അതായത് 9 പീരീഡിൻ്റെ ആവറേജ് ആണ് എടുക്കുന്നത്. അതേപോലെ ഫീൽഡ്, ഏത് ഫീൽഡിൻ്റെ ഹൈ, മൂവിങ് ആവറേജിന് ഓപ്പൺ ഹൈ ലോ അതുണ്ടല്ലോ, അപ്പോൾ അത് മാറ്റിയിട്ട് ക്ലോസ്, അതായത് ക്ലോസ് പോയിന്റുകളുടെ ക്ലോസ് ഫീൽഡിൻ്റെ 9 പീരീഡ് ആവറേജ് ആണ്. ടൈപ്പ് സിമ്പിളാണ്, ഇവിടെ എക്സ്പോണൻഷ്യൽ വെയിറ്റഡ് എല്ലാം ഉണ്ട്, ബട്ട് നമ്മൾ സെലക്ട് ചെയ്യുന്നത് സിമ്പിളാണ്. ഓഫ്സെറ്റ് എന്നുള്ളത് 0 ആണ്. അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിക്കുക, പീരീഡ് 9, ഫീൽഡ് ക്ലോസ്, ടൈപ്പ് സിമ്പിൾ, ഓഫ്സെറ്റ് 0. ഓക്കെ, ഇത് സെലക്ട് ചെയ്തു. അപ്പോൾ നമ്മുടെ എൻട്രി കണ്ടീഷനായി. ഇനി എക്സിറ്റ് കണ്ടീഷൻ, ഞാനൊരു ഓപ്ഷണലായിട്ടുള്ള എക്സിറ്റ് കണ്ടീഷൻ കൊടുക്കുക, കാരണം അതാണ് മെയിൻ. അപ്പോൾ എനിക്ക് എന്താ വേണ്ടത്, അപ്പം ഈ ഒരു ഡൗൺ ട്രെൻഡ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് വരുന്ന സമയത്ത് എപ്പോഴെങ്കിലും ഒരു അപ് ട്രെൻഡ് ബുള്ളിഷ് ക്യാൻഡിൽ, അപ്പോൾ ഈ ഒരു ക്യാൻഡിൽ ഉണ്ടായി, ഈ ഒരു ക്യാൻഡിൽ വന്നു കഴിഞ്ഞാൽ എനിക്ക് ആ പൊസിഷൻ എക്സിറ്റ് ചെയ്യണം. അപ്പോൾ ഈ ക്യാൻഡിലിൻ്റെ കണ്ടീഷനാണ് ഞാൻ കൊടുക്കുന്നത്, അതായത് ഓപ്പൺ ഈക്വൽ ടു ലോ.
അപ്പോൾ ഈ ക്യാൻഡലിൻ്റെ ഓപ്പൺ പ്രൈസ്, അപ്പോൾ ഈ ക്യാൻഡിൽ എപ്പോഴെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ, ഒരു ബുള്ളിഷ് ക്യാൻഡിൽ വന്നു കഴിഞ്ഞാൽ ഡൗൺ ട്രെൻഡ് ഇങ്ങനെ ക്യാപ്ചർ ചെയ്ത് അത് കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബട്ട് എവിടെയാണ് ട്രെൻഡ് റിവേഴ്സൽ സംഭവിക്കുന്നത്? ഒരു 15 മിനിറ്റ്സ് ക്യാൻഡലിൻ്റെ ട്രെൻഡ് റിവേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ ആ പോയിന്റിൽ എക്സിറ്റ് ചെയ്യും. അതായത് ഓപ്പൺ പ്രൈസ്, അതായത് ഈ ക്യാൻഡലിൻ്റെ ഓപ്പൺ പ്രൈസ് ആണ് എടുക്കുന്നത്, 15 മിനിറ്റ്സ് ക്യാൻഡലിൻ്റെ ആണ്, ഈക്വൽ ടു ലോ പ്രൈസ്. ഓപ്പൺ ഈക്വൽ ടു ലോ. അപ്പം നമ്മൾ ഈ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ, ഇതിൻ്റെ ഓപ്പൺ ആണ്, ഇത് ലോ ആണ്. ബാക്കി ഒരു ക്യാൻഡിലും അങ്ങനെ ഒരു കണ്ടീഷൻ വരത്തില്ല. അപ്പോൾ ഒരു ബുള്ളിഷ്, അപ്പോൾ ഡൗൺ ട്രെൻഡ് വരുമ്പം ഒരു ബുള്ളിഷ് വന്നു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി ഒരു ട്രെൻഡ് റിവേഴ്സൽ ആണത്. അപ്പോൾ നമുക്ക് ആ പൊസിഷൻ എക്സിറ്റ് ചെയ്യണം. അപ്പോൾ അതിനാണ് ആ കണ്ടീഷൻ കൊടുത്തേക്കുന്നത്, എക്സിറ്റ് കണ്ടീഷൻ. പിന്നെ ഞാനിവിടെ സ്റ്റോപ്പ് ലോസ് കൊടുക്കുകയാണ്. ഞാനൊരു 1% സ്റ്റോപ്പ് ലോസ് കൊടുക്കുന്നു. അതേപോലെ തന്നെ പ്രോഫിറ്റ് നമുക്ക് ഇവിടെ ഞാൻ 99 എന്ന് കൊടുക്കുവാണ്. 99% കൊടുക്കാനുള്ള കാരണം, ഞാൻ ഓൾറെഡി ഇവിടെ ഒരു എക്സിറ്റ് കണ്ടീഷൻസ് വേറെ പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം 99 എന്ന് പറയുന്നത് പ്രാക്ടിക്കലി അൺലിമിറ്റഡ് ആണ് ശരിക്കും. ഇപ്പം ഇന്നത്തെ ദിവസം ഇപ്പം ഞാൻ മാർക്കറ്റ് അവസ്ഥ ഒരു കംപ്ലീറ്റ്ലി ഡൗൺ ട്രെൻഡ് ഉള്ള ഒരു ദിവസമാണെങ്കിൽ ഞാനത് എടുത്തു കഴിഞ്ഞിട്ട് ഞാനൊരു ഫിക്സഡ് പോയിന്റ്, ടാർഗറ്റ് പോയിന്റ് 2% അല്ലെങ്കിൽ 3% കൊടുക്കുവാണെങ്കിൽ മേ ബി അതിലും വലിയൊരു മൂവ്മെൻറ്റ് എനിക്ക് കിട്ടും. കാരണം ഹൈക്കനാഷി ചാർട്ട് ഫോളോ ചെയ്യുവാണെങ്കിൽ ഇത് ഇങ്ങനെ ഡൗൺ ട്രെൻഡ് ബെയറിഷ് ക്യാൻഡിൽസ് ആണ് കണ്ടിന്യൂസ്ലി വന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ആ പൊസിഷൻ ഇങ്ങനെ റൺ ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഒരു ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് പോലെ എപ്പോഴാണോ ട്രെൻഡ് റിവേഴ്സ് ആവുന്നത് അവിടെ നമ്മൾ ഓൾറെഡി എക്സിറ്റ് കണ്ടീഷൻ കൊടുത്തിട്ടുണ്ട്, അത് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അന്നേരം പിന്നെ ഞാൻ ഈ 99 എന്ന് കൊടുത്തേക്കുന്നത് പ്രോഫിറ്റ് പൊസിഷൻ പ്രാക്ടിക്കലി അൺലിമിറ്റഡ്. കാരണം അന്നത്തെ ദിവസം എൻഡ് ഓഫ് ദ ഡേ ആണെങ്കിൽ നമ്മൾ MIS പൊസിഷനാണ്, സ്ട്രീക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ആ ഡേ നമ്മളിപ്പോൾ ക്ലോസ് ചെയ്തില്ലെങ്കിൽ പോലും റൺ ചെയ്യുവാണെങ്കിൽ 3:15 ആകുമ്പോൾ ആ പൊസിഷൻ എക്സിറ്റ് ആവും. അപ്പോൾ അന്നത്തെ ദിവസം എത്ര പ്രോഫിറ്റ് വന്നിട്ടുണ്ട് അത് ബുക്ക് ആവും. ഇൻ കേസ് നമ്മളുടെ എഗെയിൻസ്റ്റ് ആണ് ബുള്ളിഷ് ട്രെൻഡ് നമ്മൾ ക്യാപ്ചർ ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് പെട്ടെന്ന് ഒരു ബെയറിഷ് ക്യാൻഡിൽ വന്ന് ട്രേഡ് റിവേഴ്സ് ആയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. അതല്ലെങ്കിൽ നേരെ സ്ലോലി താഴോട്ട് പോവുകയാണ്, ട്രെൻഡ് റിവേഴ്സൽ വരാതെ സ്ലോലി ഡോജി ഇങ്ങനെ പൈലപ്പ് ആയിട്ടാണ് ബാക്കിലോട്ട് പോവുകയാണെങ്കിൽ 1% സ്റ്റോപ്പ് ലോസിൽ എക്സിറ്റ് ആവും. സ്റ്റോപ്പ് ലോസ് ഓരോരുത്തർ അഫോർഡബിൾ റിസ്ക് റിവാർഡ് റേഷ്യോ അനുസരിച്ച് സ്റ്റോപ്പ് ലോസ് മാറ്റി കൊടുക്കാം. ബട്ട് സ്റ്റോപ്പ് ലോസ് മസ്റ്റ് ആണ്. കാരണം ഓരോ ട്രേഡിലും നമുക്ക് സ്റ്റോപ്പ് ലോസിന് വേറെ കണ്ടീഷൻസ് കൊടുക്കാവുന്നേ ഉള്ളൂ. ബട്ട് സ്റ്റോപ്പ് ലോസ് സ്റ്റിൽ 1% കൂടുതൽ ഒരു ലോസ് ഒരു സിംഗിൾ ട്രേഡിൽ അത് അത്ര റെക്കമെൻഡഡ് ആയിട്ടുള്ള ഒരു കാര്യമല്ല. ഇനി അടുത്ത ശ്രദ്ധിക്കേണ്ട കാര്യം, അഡ്വാൻസ്ഡിൽ സ്റ്റാർട്ട് ടൈം സ്റ്റോപ്പ് ടൈം ഇതൊന്നും മൈൻഡ് ചെയ്യേണ്ട. നോർമലി ബൈ ഡിഫോൾട്ട് കിടക്കുന്ന ക്യാൻഡിൽ സ്റ്റിക്ക് ആയിരിക്കും. അപ്പോൾ ഈ ക്യാൻഡിൽ സ്റ്റിക്ക് നിങ്ങൾ സെലക്ട് ചെയ്ത്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്, ഈ ക്യാൻഡിൽ സ്റ്റിക്ക് എന്ന് പറയുന്നത് നോർമൽ ക്യാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺ ആണ് ഫോളോ ചെയ്യുന്നത്. അത് മാറ്റിയിട്ട് ഹൈക്കനാഷി സെലക്ട് ചെയ്യുക. ഓക്കെ, ഇവിടെ ക്യാൻഡിൽ സ്റ്റിക്ക് മാറ്റണം, മാനുവലി അത് മാറ്റണം. കാരണം ഇത് സ്ട്രാറ്റജി നിങ്ങൾ ഡിപ്ലോയ് ചെയ്തിട്ടാലും ക്യാൻഡിൽ സ്റ്റിക്കിനകത്ത് കിട്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു കണ്ടീഷൻസ് ഒന്നും വർക്കൗട്ട് ആവില്ല. ഇതൊരു ഹൈക്കനാഷി ചാർട്ട് റീഡ് ചെയ്യണമെങ്കിൽ. കാരണം ഇവിടെ ഹൈക്കനാഷി സെലക്ട് ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ് ഇവിടെ 15 മിനിറ്റ്സ് ക്ലോസ് ഈ 15 മിനിറ്റ്സ് ക്യാൻഡിലിന്റെ ഹൈക്കനാഷി ക്യാൻഡിലായിട്ട് എടുക്കുന്നത്. ഓക്കെ, ദെൻ സ്ട്രാറ്റജി നെയിം ഞാൻ കൊടുക്കുകയാണ്. അപ്പം MIS തന്നെ കൊടുക്കാം. സ്ട്രാറ്റജി നെയിം സെൽ ഹൈക്കനാഷി ചാർട്ട്. അതായത് ഹൈക്കനാഷി ചാർട്ട് ബേസ് ചെയ്തിട്ടുള്ള ഒരു സെൽ എൻട്രി ആണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, നമുക്കിനി ഒന്ന് ബാക്ക് ടെസ്റ്റ് ചെയ്യാം. അപ്പോൾ കണ്ടീഷൻ ഞാൻ ഒന്നുകൂടെ കാണിക്കാം. ഇപ്പോൾ 3 സ്റ്റോക്ക് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. സെൽ 1000 ക്വാണ്ടിറ്റി, ക്ലോസ് ലോവർ ദാൻ, അതായത് മൂവിങ് ആവറേജ് 9 പീരീഡിൻ്റെ താഴെ ഒരു പൊസിഷൻ, ഒരു ക്യാൻഡിൽ വന്ന് ക്ലോസ്, ഹൈക്കനാഷി ക്യാൻഡിൽ വന്ന് അതിൻ്റെ താഴെ വന്ന് ലോവർ ദാൻ അതിൻ്റെ താഴെയാണെങ്കിൽ നമ്മളൊരു സെൽ എൻട്രി എടുക്കും. ദെൻ എപ്പോഴാണോ ഒരു റിവേഴ്സൽ ക്യാൻഡിൽ, ഒരു ബുള്ളിഷ് ക്യാൻഡിൽ ഓപ്പൺ ഈക്വൽ ടു ലോ ആയിട്ടുള്ള ഒരു ബുള്ളിഷ് റിവേഴ്സൽ ക്യാൻഡിൽ വന്നു കഴിഞ്ഞാൽ ആ പൊസിഷൻ എക്സിറ്റ് ആവും. അതല്ലെങ്കിൽ 1% സ്റ്റോപ്പ് ലോസിൽ എക്സിറ്റ് ആവും. അതല്ലെങ്കിൽ 99% ഇൻട്രാഡേ പ്രോഫിറ്റിൽ എക്സിറ്റ് ആവും. അത് പ്രാക്ടിക്കലി ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് 99 ഇട്ട്. പക്ഷെ പറയാൻ പറ്റില്ല മാർക്കറ്റിൽ എന്ത് സംഭവിക്കാം. പ്രാക്ടിക്കലി ഇമ്പോസിബിൾ ആയിട്ടൊന്നുമില്ല. ബട്ട് സ്റ്റിൽ എന്നാലും UC അപ്പർ സർക്യൂട്ടൊക്കെ ഉള്ളതുകൊണ്ട് സ്വാഭാവികമായിട്ട് റെസ്ട്രിക്ഷൻ വന്ന് UC അടിച്ച് UC ലിമിറ്റ് വന്നിട്ട് ഒരു 99 ഒന്നും ഒരിക്കലും സംഭവിക്കില്ല. ഓക്കെ, നമുക്ക് ബാക്ക് ടെസ്റ്റ് ചെയ്യാം. ഇപ്പം ബാക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ 15 മിനിറ്റ്സ് ക്യാൻഡിൽ ഡ്യൂറേഷൻ സെലക്ട് ചെയ്യുന്നതുകൊണ്ട് ബൈ ഡിഫോൾട്ട് 3 മാസത്തെയാണ് വരുന്നത്. 30 മെയ് തൊട്ട് 27 ഓഗസ്റ്റ്, അതായത് ഇന്നത്തെ ഡേറ്റ് വരെയുള്ള റിട്ടേൺസ് നോക്കുക. അതായത് സീൽ എന്നുള്ള ഒരു സ്റ്റോക്ക് മാത്രം കൺസിഡർ കഴിഞ്ഞാൽ 30% ആണ് റിട്ടേൺസ്. ഞാൻ സീൽ പേഴ്സണലി ഇപ്പോൾ യൂസ് ചെയ്യുന്നുണ്ട്, ബാക്കി പേപ്പർ ട്രേഡ് ചെയ്യുന്നുണ്ട്. ബട്ട് ലൈവ് ട്രേഡ് ഇപ്പം ഞാൻ എടുത്തു തുടങ്ങി. എനിക്ക് കഴിഞ്ഞ ആ ഡൗൺ ട്രെൻഡ് ഒക്കെ വന്നപ്പോൾ നല്ല റിട്ടേൺസ് കിട്ടിയിട്ടുണ്ടായിരുന്നു സീൽ മാത്രം 57,760 ആണ്. എക്സ്ക്ലൂഡ് ബ്രോക്കറേജ് എക്സ്ക്ലൂഡ് ചെയ്താൽ തന്നെ 46,000 ആണ് നമുക്ക് പ്രോഫിറ്റ് വരുന്നത്. അപ്പോൾ നമുക്കതിൻ്റെ ട്രേഡ് സമ്മറി എടുത്ത് നോക്കാം.
ഒരു 57 പ്രോഫിറ്റ് പൊസിഷൻസും 61 ലോസസും. ബട്ട് സ്റ്റിൽ ഡീസൻ്റ് ആണ്, കാരണം ഈ ലോസ് വരുന്നതെല്ലാം 4 കണ്ടിന്യൂസ് ആയിട്ടുള്ള ലോസും 4 കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രോഫിറ്റ് പൊസിഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഓരോ സ്പ്ലിറ്റപ്പ് എടുത്തു കഴിഞ്ഞാൽ മാക്സിമം സിംഗിൾ ട്രേഡിൽ മാക്സിമം വന്നിട്ടുള്ള ലോസ് എന്ന് പറയുന്നത് 2050 ആണ് മാക്സിമം ലോസ്. ബട്ട് മാക്സിമം ഗെയിൻ സിംഗിൾ ട്രേഡിൽ 12,300 ആണ്. കാരണം നമ്മൾ ആ കണ്ടീഷൻസ് മാക്സിമം 99% എന്ന് ഇട്ട് വെച്ചേക്കുന്നുണ്ടുള്ളതിൻ്റെ അഡ്വാൻറ്റേജ് ആണിത്. മാക്സിമം ലോസ് 2050 ആണ്. അത് ഓരോരുത്തരുടെ അഫോർഡബിൾ ആയിട്ടുള്ള പൊസിഷൻ സൈസിങ്ങിനനുസരിച്ചിട്ട് ആ റിസ്ക് റിവാർഡിനനുസരിച്ച് അവർ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം, അതിനനുസരിച്ച് ക്വാണ്ടിറ്റി എൻ്റർ ചെയ്യണം. ബട്ട് സ്റ്റിൽ മാക്സിമം അഫോർഡബിൾ ലോസ് സിംഗിൾ ട്രേഡിൽ 2050. ബട്ട് ഗെയിൻ കണ്ടോ. അപ്പോൾ ടോട്ടൽ അഡ്വാൻറ്റേജുകൾ 57 പൊസിഷൻസ് നമുക്ക് പ്രോഫിറ്റ് ഹിറ്റായി, 61 സ്റ്റോപ്പ് ലോസ് എൻ്റർ ചെയ്തു. ബട്ട് സ്റ്റോപ്പ് ലോസ് നമ്മൾ ക്യാപ്ഡ് ആണ്, അത് ലിമിറ്റഡ് ആണ്. ഈവൻ മണപ്പുറത്തിനാണെങ്കിലും 8750 5% റിട്ടേൺസ് ഉണ്ട് 3 months. SBIക്ക് 8.79% റിട്ടേൺസ്. നമുക്കൊരു കുറച്ചുകൂടെ ബാക്കിലുള്ള ഒരു 3 മാസം നോക്കാം. 1 2 3 ഫെബ്രുവരി 29 തൊട്ട് മെയ്. ഓക്കെ, ബാക്കി 3 സെയിം സ്ട്രാറ്റജി തന്നെ, സെയിം സ്റ്റോക്കുകൾ തന്നെ ഈ സെയിം ഞാൻ റൺ ചെയ്ത് നോക്കുവാണ് ബാക്കിൽ. സീൽ അഗെയിൻ 33.65% പ്രോഫിറ്റ്. അതായത് 3 months കൊണ്ടുള്ള 1000 ക്വാണ്ടിറ്റീസ് മാത്രം ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ 3 monthsലെ റിട്ടേൺസ് ആണ് 82,990. മണപ്പുറത്തിന് 48,180, SBI 68,750. അപ്പം ഞാൻ ഫിഗേഴ്സ് നോക്കണ്ട, ജസ്റ്റ് പെർസെൻറ്റേജ് മാത്രം നോക്കിയാൽ മതി. 22%, 29%, 33% റിട്ടേൺസ്. അതായത് ഇൻട്രാഡേ ട്രേഡ് ചെയ്യുന്നവർക്ക് കൺസിസ്റ്റൻ്റ്ലി അതൊരു വളരെ നല്ല റിട്ടേൺ ആണ്. ഇപ്പം ആലോചിച്ച് നോക്കുക, ഇതിപ്പോൾ ലാസ്റ്റ് 6 months ഫെബ്രുവരി തൊട്ടിട്ടുള്ള റിസൾട്ടാണ്. ഇപ്പോൾ 6 monthsൻ്റെ റിസൾട്ടാണ് ടോട്ടൽ. ഇപ്പോൾ എൻ്റർലി 6 months എനിക്ക് ഒരുമിച്ച് ബാക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. 3 monthsൻ്റെ ബ്ലോക്കുകൾ വെച്ചിട്ടാണ് 50 minutes ക്യാൻഡിൽ അങ്ങനെയാണ് സ്ട്രൈക്കിൽ ഉള്ളത്. ബട്ട് സ്റ്റിൽ നിങ്ങൾ വേറെ ഒരു ട്രേഡും ചെയ്തില്ലായിരുന്നു. ഇപ്പോൾ ഈ ഒരു സ്ട്രാറ്റജി മാത്രമാണ് ഫോളോ ചെയ്യുന്നത്. മാനുവലി ഒന്നും എടുക്കുന്നില്ല, ഇൻഡിക്കേറ്റർ നോക്കുന്നില്ല, മണിക്കൂറുകൾ ഇരുന്നിട്ട് വേറെ സ്റ്റോക്കിനെ പറ്റി സ്റ്റഡി ചെയ്യുന്നില്ല, ഒന്നുമില്ല. ജസ്റ്റ് ഈ ഒരു സ്ട്രാറ്റജി മാത്രം ഡിപ്ലോയ് ചെയ്തിട്ട് ഇതിൽ എന്നും ട്രേഡ് എടുക്കുവാണെങ്കിൽ സിസ്റ്റമാറ്റിക്കായിട്ട് ആ റിസ്ക് റിവാർഡ് മാറാതെ, അല്ലെങ്കിൽ റിസ്ക് നിങ്ങളുടെ അനുസരിച്ച് മാക്സിമം റിസ്ക് കുറച്ചുകൂടെ ക്യാപ്പ് ചെയ്ത് വേറെ വേറെ രീതിയിൽ കൊടുത്തു കഴിഞ്ഞാൽ ബാക്ക് ടെസ്റ്റ് റിസൾട്ട്സ് പലത് വരും. ബട്ട് സ്റ്റിൽ ഇങ്ങനെ ഫോളോ ചെയ്തായിരുന്നെങ്കിൽ ഒരു ക്വാർട്ടർ കഴിഞ്ഞ് 3 months 6 monthsൻ്റെ ഒരു ബയാനുവൽ നിങ്ങളൊരു പ്രോഫിറ്റ് എടുത്താൽ, ഒരു P&L റിപ്പോർട്ട് എടുത്തായിരുന്നെങ്കിൽ എത്ര വലിയൊരു പ്രോഫിറ്റ് കിട്ടിയാണ്. അതാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ്. നമ്മളൊരു സ്ട്രാറ്റജി കൺസിസ്റ്റൻ്റ്ലി നമ്മളത് ഫോളോ ചെയ്യുന്നത്, സിസ്റ്റമാറ്റിക്കലി നമ്മൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിട്ടേൺസ് കിട്ടും. മാത്തമാറ്റിക്കലി അത് പ്രൂവൺ ആണ്, ഇൻട്രാഡേയിൽ അത് പ്രോഫിറ്റ് കിട്ടും. ബട്ട് നമുക്ക് പ്രോഫിറ്റ് കിട്ടാൻ പറ്റാത്തതിൻ്റെ കാര്യം, നമ്മുടെ P&L റിപ്പോർട്ടുകൾ എപ്പോഴും എടുക്കുമ്പോൾ നോർമൽ ആവറേജ് ട്രേഡേഴ്സ് അല്ലെങ്കിൽ ബിഗിനേഴ്സിന് എപ്പോഴും ലോസ് വരാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമോഷൻസ് ആണ് നമ്മളെ കൺട്രോൾ ചെയ്യുന്നത്. ഇപ്പം നമ്മളിങ്ങനെ സ്ട്രാറ്റജി ഡിപ്ലോയ് ചെയ്തിട്ട് അല്ലെങ്കിൽ മാനുവലി ഒരു എൻട്രി എടുക്കുന്ന ഒരാൾ, ഇപ്പോൾ ഒരു സീൽ മുന്നേ കാണിച്ച പോലെ ഒരു പെർ ഡേ 12,000 പ്രോഫിറ്റ് കിട്ടി ആ പൊസിഷൻ. ബട്ട് സ്റ്റിൽ പുള്ളി ഒരു 1,000 1,500 ഒക്കെ പ്രോഫിറ്റ് ആകുമ്പോൾ തന്നെ ഒരു ആവറേജ് ട്രേഡർ, നോർമലായിട്ടുള്ള ട്രേഡേഴ്സ്, പ്രൊഫഷണൽ ട്രേഡേഴ്സിനെ മാറ്റി നിർത്തുക. കാരണം അവർ റോബോട്ട് സ്റ്റൈലിലാണ്, ഓൾറെഡി സിസ്റ്റമാറ്റിക് ട്രേഡാണ് അവർ ഫോളോ ചെയ്യുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും വിഷയമല്ല. ബട്ട് ഒരു ബിഗിനർ ഈ ഒരു പ്രോഫിറ്റ് കാണുമ്പോൾ തന്നെ ഓൾമോസ്റ്റ് ഈ ഒരു പൊസിഷൻ റൺ ചെയ്യാതെ, ഈവൻ ഒരു ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് പോലും ഇടാതെ ആ പൊസിഷൻ എക്സിറ്റ് ചെയ്യും, ആ കിട്ടിയ പ്രോഫിറ്റ് ബുക്ക് ചെയ്യും. ബട്ട് നെക്സ്റ്റ് ടൈം പുള്ളിക്ക് വരുന്ന ലോസ് എന്ന് പറയുന്നത് ചിലപ്പോൾ അതോ അല്ലെ അതിൽ കൂടുതലോ ആയിരിക്കും. അപ്പോൾ കണ്ടിന്യൂസ്ലി ഒരു 5 ട്രേഡ് ചെയ്തിട്ട് 2 ട്രേഡിൽ നല്ല പ്രോഫിറ്റ്, അല്ലെങ്കിൽ 4 ട്രേഡിൽ നല്ല പ്രോഫിറ്റ് കിട്ടി, ഒരു ട്രേഡിൽ ലോസ് വന്നു കഴിഞ്ഞാൽ ആ കിട്ടിയ ലോസ് എന്ന് പറയുന്നത് ആ 4 ട്രേഡിൻ്റെ പ്രോഫിറ്റും എടുത്ത് പിന്നെ ക്യാപിറ്റലിനെയും കുറച്ച് പെർസെൻറ്റേജും കൂടെ എടുത്തിട്ടായിരിക്കും പോകുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സിസ്റ്റമാറ്റിക്കലി നമ്മളൊരു ട്രേഡ് ഫോളോ ചെയ്യാത്തതുകൊണ്ട് മാത്രമാണ് നമുക്ക് ലോങ് ടേമിൽ അല്ല ഈവൻ ഷോർട്ട് ടേമിലാണെങ്കിൽ പോലും ഒരു പ്രോഫിറ്റ് കാണാൻ പറ്റാത്തത്. അപ്പം ആളുകൾ ശരിക്കും, മാർക്കറ്റിൽ പ്രശ്നമൊന്നുമില്ല, മാർക്കറ്റ് എന്നും അവിടെ ഉണ്ട്, ഓപ്പർച്യൂണിറ്റീസും എന്നും ഉണ്ട്. ഈ ഒരു കോവിഡ് സിറ്റുവേഷനിൽ മാത്രമല്ല ഓപ്പർച്യൂണിറ്റി വരുന്നത്. ഈ മാർച്ച് എന്ന് പറയുന്നത്, ഞാനിപ്പോൾ ഏതൊരു ആർട്ടിക്കിൾ വായിച്ചപ്പം മാർക്കിൽ ഒരു ട്രോളാണ് ശരിക്കും. അതായത് ഈ മാർച്ചിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റാത്തവർ ശരിക്കും നെക്സ്റ്റ് ഒരു ഭയങ്കര ഡെസ്പറേറ്റ് ആയിപ്പോയി, അവർ ഭയങ്കര ഫൂൾസ് ആണ്, ആ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി മിസ് ചെയ്ത് ഭയങ്കര മണ്ടത്തരമായി പോയി എന്നൊക്കെയുള്ള രീതിയിൽ വളരെ സർക്കാസ്റ്റിക്കായിട്ട് ട്രോൾ ചെയ്തിട്ട് എക്സ്പ്ലെയിൻ ചെയ്തേക്കുന്നത്. പക്ഷേ അതിൽ വളർന്നേക്കുന്ന വൈസ് ഒരു റിപ്ലൈ ആണ്. അതായത് ദർ ഈസ് അനദർ മാർച്ച് ഇൻ സ്റ്റോക്ക് മാർക്കറ്റ്. അതായത് ഈ മാർച്ച് മന്ത് ഈ ഒരു സിറ്റുവേഷൻ ഇനിയും റിപ്പീറ്റ് ആവും, ഇതിലും വേസ്റ്റായിട്ട്, ഇതിലും വലിയ രീതിയിൽ ഡൗൺഫോളുകൾ വരാം, അല്ലെങ്കിൽ അപ് ട്രെൻഡ് വരാം. കാരണം സ്റ്റോക്ക് മാർക്കറ്റിന് അത്രയ്ക്കൊരു പവറുണ്ട്, അത് നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. സാധാരണ ആളുകൾക്ക്, ഈവൻ പ്രോ ട്രേഡേഴ്സും ആർക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല നെക്സ്റ്റ് മൂവ്മെൻറ്റ് എന്തായിരിക്കും, കാര്യങ്ങൾ, മാർക്കറ്റ് എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത്. അപ്പം ആ ഒരു കാര്യം നമുക്ക് മാറ്റി നിർത്താം. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ സിസ്റ്റമാറ്റിക്കായിട്ട് ഉള്ള
മെത്തേഡ് ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. ഏത് മാർക്കറ്റിൽ, സൈഡ് വേസ് മാർക്കറ്റിലും പ്രോഫിറ്റ് ഉണ്ടാക്കാം, ഡൗൺ ട്രെൻഡ് വന്നാലും പ്രോഫിറ്റ് ആകും, അപ്പ് ട്രെൻഡിലും പ്രോഫിറ്റ് ഉണ്ടാക്കാം. അതല്ലാതെ നെക്സ്റ്റ് ഒരു എക്കണോമിക് ക്രാഷ്, അത് ശരിയായ ഒരു പ്രാക്ടീസ് തന്നെയല്ല. ഒരു എക്കണോമിക് ക്രാഷിൽ പ്രോഫിറ്റ് ഉണ്ടാക്കിയാൽ സന്തോഷിക്കുക എന്ന് പറയുന്ന ഒരു എത്തിക്കലി അത് റോങ് അല്ലേ? അപ്പം അങ്ങനെ നെക്സ്റ്റ് എക്കണോമിക് ക്രാഷ് വരുമ്പം ഇനി ഇൻവെസ്റ്റ് ചെയ്യാം, എല്ലാം ബോട്ടം ലെവലിൽ നല്ല ഡിപ്പിൽ വാങ്ങാം, എന്നിട്ട് അതിൽ നിന്ന് പ്രോഫിറ്റ് ഉണ്ടാക്കാം എന്ന് വെയിറ്റ് ചെയ്തിരിക്കുന്നതിന് പകരം നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മുടെ ട്രേഡ് മെത്തേഡ്, നമ്മുടെ ട്രേഡിംഗ് ടെക്നിക്സ് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം, എങ്ങനെ കൺസിസ്റ്റൻ്റ്ലി പ്രോഫിറ്റ് ബുക്ക് ചെയ്യാം എല്ലാ ടൈപ്പ് മാർക്കറ്റിലും എന്നുള്ള രീതിയിൽ ഒരു ട്രേഡ് നമുക്ക് ഡെവലപ്പ് ചെയ്ത് പോയാൽ ഷോർട്ട് ടേമിലാണെങ്കിലും ലോങ് ടേമിലാണെങ്കിലും അല്ലെങ്കിൽ ഒരു പാരലൽ ഇൻകം എന്നുള്ള രീതിയിലാണെങ്കിലും വളരെ കൺസിസ്റ്റൻ്റ്ലി നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും ഈ സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡിംഗ്. അതെൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്നാണ് പറയുന്നത്. സോ എനിവേ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു സ്ട്രാറ്റജി എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു ഹൈക്കനാഷി ചാർട്ട് സെറ്റപ്പ്, അതിൻ്റെ യൂസേജും കാര്യങ്ങളും ഒക്കെ. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന് റെലവൻ്റ് ആയിട്ടുള്ള, ഇതിന് റിലേറ്റഡ് ആയിട്ടുള്ള വേറെ ആർട്ടിക്കിൾസും ഒരുപാട് കാര്യങ്ങൾ വെബിലുണ്ട്. അതും വായിച്ച് ഡൗട്ടുകൾ കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യുക. അതല്ല ഇതിൽ തന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ ഒരു ക്വസ്റ്റ്യൻ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ തീർച്ചയായിട്ടും റിപ്ലൈ ചെയ്യാം, അത് ഞാൻ ക്ലിയർ ചെയ്ത് തരാം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ, ഡൗട്ടുകൾ ക്ലിയർ ചെയ്തിട്ട് മാക്സിമം നിങ്ങൾ പഠിച്ചിട്ട് ഈ സ്ട്രീക്ക് അല്ലെങ്കിൽ ആൽഗോ ട്രേഡിംഗ്, മാനുവൽ ട്രേഡ് എടുക്കുന്നവർക്ക് അങ്ങനെ ചെയ്യാം. വളരെ റെസ്പോൺസ് ഒക്കെ നല്ല ഫാസ്റ്റ് ആണെങ്കിൽ അവർക്കും സുഖമായിട്ട് ഈ ഒരു ഇമോഷൻസ് ഒക്കെ കൺട്രോൾ ചെയ്തെടുക്കാം. അതല്ല ആൽഗോ ട്രേഡിംഗ് ഫോളോ ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ സ്ട്രീക്ക് യൂസ് ചെയ്യുന്നവർക്ക് ഈ സ്ട്രാറ്റജി അതേപടി കോപ്പി ചെയ്യാം. കോപ്പി ചെയ്ത് കഴിഞ്ഞിട്ട് പല പല സ്റ്റോക്കുകൾ, ഞാനിപ്പോൾ സെലക്ട് ചെയ്തേക്കുന്ന ഞാൻ ടെസ്റ്റ് ചെയ്ത് വർക്ക് ചെയ്ത സ്റ്റോക്കുകളാണ്. അതല്ലാതെ പല സ്റ്റോക്കുകളുണ്ട്, ഒരുപാട് സ്റ്റോക്കുകൾ അവൈലബിൾ ആണ്. ഇതിലും നല്ല റിസൾട്ട് തരുന്ന സ്റ്റോക്കുകൾ ഉണ്ടാവാം. അപ്പോൾ ആ സ്റ്റോക്കുകൾ ഇട്ട് ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുക. നെക്സ്റ്റ് പേപ്പർ ട്രേഡ് ചെയ്യുക, ചെറിയ ക്വാണ്ടിറ്റീസിൽ ലൈവ് എടുക്കുക, പിന്നെ സ്ലോലി ഇമ്പ്രൂവ് ചെയ്യുക. അതേപോലെ തന്നെ കണ്ടീഷൻസ് മാറ്റി കൊടുക്കാം, മൂവിങ് ആവറേജിൻ്റെ പീരീഡ് മാറ്റി കൊടുക്കാം, പ്രോഫിറ്റ് ആൻഡ് ലോസ്, റിസ്ക് റിവാർഡ് റേഷ്യോ മാറ്റി കൊടുക്കാം, ക്യാൻഡിൽ സ്റ്റിക്കിൻ്റെ ലെങ്ത്, ഡ്യൂറേഷൻ മാറ്റാം. അങ്ങനെ പല കോമ്പിനേഷൻസിൽ ടെസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള സ്ട്രാറ്റജീസ് നിങ്ങൾ തന്നെ ഡിറൈവ് ചെയ്തെടുക്കുന്നിടത്താണ് സക്സസ് ബിഗിൻ ചെയ്യുന്നത്. സോ എല്ലാവർക്കും ഞാൻ ഒരു നല്ല ട്രേഡിംഗ് ഫ്യൂച്ചർ വിഷ് ചെയ്യുന്നു. സോ എനിവേ എന്ത് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിലും ചോദിക്കാം, കമൻറ്റ് ബോക്സിൽ ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും റിപ്ലൈ ചെയ്യാം. സോ ഈ വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക. സ്ട്രൈക്ക് റിലേറ്റഡ് ആയിട്ടും ട്രേഡിംഗ് സംബന്ധമായിട്ട് എനിക്കറിയാവുന്ന കാര്യങ്ങൾ, ടിപ്സൊക്കെ ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. അപ്പം വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതിൽ ബാക്കി വീഡിയോസൊക്കെ കാണാം താല്പര്യമുള്ളവർക്ക്. അതേപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, തുടർന്നും വീഡിയോസ് കാണണമെങ്കിൽ subscribe. Yeah, so anyway, that's it. Thank you all for watching me.